ഭയങ്കര ഹാപ്പിയാണല്ലോ. ഇന്നത്തോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നണ മോനെ. എന്താണ് സംഭവം? എന്താണ് വല്ല കോളത്താ? ഇത് കണ്ട നീ, ബമ്പറാണ് ബമ്പർ, 25 കോടി. ഇതാണ് കഷ്ടപ്പാട് മാറണമെന്ന് പറഞ്ഞ. അതെന്റെ കൊണ്ടുവരണം. ദേ മോനെ കാണിച്ചു തരണം. ദേ കണ്ട, ഞാനും എടുത്തിട്ടുണ്ട് ഒരെണ്ണം. അത് പൊളിച്ച് തകർക്കും. നമ്പറോണ്ട് അടിച്ചട മോനെ. നമുക്ക് ഇതിനടിച്ചാലും നമുക്കിത് ഈ പറമ്പ് അങ്ങോട്ട് മേടിക്കും. ഈ പറമ്പും പുഴയും അടിപൊളിയുടെ ഒരു റിസോർട്ട് അങ്ങോട്ട് പണിയാ. കാശ് ആരാ നമുക്ക് പൊളിക്കുന്നമ്മ. അത് കലക്കണ ഐഡിയ കേട്ടാ. പൊളിക്കും റിസോർട്ട്. ഗസ്റ്റൊക്കെ വരും. എടാ ഇതിന്റെ നോട്ടക്കാരനാരാണ്? അത് നമ്മുടെ രവിച്ചേട്ടനല്ലേ? പുള്ളിയാണ് ഇതിന്റെ നോട്ടക്കാരൻ. പുള്ളിനോട് സംസാരിച്ചാൽ മതിയാവും. ഇവിടുത്തെ നമ്മുടെ ചീട്ടുകളി ആശാൻ. പുള്ളിയുടെ നോട്ടപ്പുറമ്പാണത്. അന്നിപ്പോ തന്നെ ചോദിച്ചാലോ? അതിപ്പോ തന്നെ ചോദിക്കാം. അഡ്വാൻസ് ചേച്ചേട്ടാ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ വന്നതേ ആ പറമ്പ് രവിച്ചേട്ടനല്ലേ നോക്കണേ? അതെ. അപ്പൊ നമുക്കത് വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ വന്നതാ. അയ്യോ, അത് കൊടുക്കണില്ലല്ലോ മക്കളെ. നമ്മൾ ആ പറമ്പ് വാങ്ങുമ്പോ രവിച്ചേട്ടന് നല്ലൊരു കാശ് കമ്മീഷനായിട്ട് കിട്ടും. അതുമല്ല, ഞങ്ങൾ മേടിക്കണതേ റിസോർട്ട് പണിയാൻ വേണ്ടിയാണ്. നമ്മളതിനകത്ത് റിസോർട്ട് പണിത് കഴിഞ്ഞാൽ രവിച്ചേട്ടൻ തന്നെ നോക്കേണ്ടി വരും. അപ്പൊ നല്ലൊരു സംഖ്യ രവിച്ചേട്ടന് ശമ്പളമായിട്ട് നമ്മൾ തരും. എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കണം. രവിച്ചേട്ടനും നന്നാവും, നമുക്കും ഒരു വിശ്വാസമുള്ള ആവശ്യം. ഞങ്ങളെന്തായാലും 3-6 വേറെ സ്ഥലം മേടിച്ച് അങ്ങോട്ട് മാറാൻ പോയി. ഈ ഇടക്ക് വരുമ്പോ നിൽക്കുമല്ല, ഈ മൊത്തത്തിൽ ചേട്ടൻ തന്നെ നോക്കിക്കോ ഈ സ്ഥലം. എന്നാലേ ഞാനൊന്ന് മുതലാളിനെ വിളിക്കട്ടെ. അത് മുതലാളി രവിയാണ്. അതെ, 2 പിള്ളേര് സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടി നമ്മളുടെ. മുതലാളി, അതെ, പിള്ളേര് 2 മണ്ടന്മാര് പിള്ളേരാണ്. നമ്മ പറയണ പൈസ ചേട്ടാ, ഇത് മൊത്തം എത്ര സെന്റ് ഉണ്ട്? അതൊരു 2 ഏക്കർ കാണും. 2 ഏക്കർ ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റിസോർട്ട് പണിയാം. ഇങ്ങനെ നീളത്തിലൊരു റിസോർട്ട് പണിയാം. അപ്പൊ ഇവിടെ പാർക്കിങ്ങും ചെയ്യാലോ? അവിടെ പാർക്കിങ് ചെയ്യാം. ഈ മാവൊന്നും കളയണ്ട, അതിനകത്ത് ഊഞ്ഞാലിടാം. മദാമ പിള്ളേരൊക്കെ വന്ന് ആടിപ്പടിക്കട്ടെ. 4-5 സ്പീഡ് ബോട്ട് അങ്ങനെ മേടിച്ചില്ല. അവര് വല്ല ബല പിടിക്കാൻ പോണെങ്കിൽ പോട്ടേന്ന്. അത് നല്ല കാര്യമാണ് അല്ലേ? സ്പീഡ് ബോട്ടിനാകുമ്പോ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഫ്ലോറ് മൊത്തം ഉണ്ടല്ലോ ഇറ്റാലിയൻ മാർബിൾ ഇടണം. തെന്നി പോവാത്തായിരിക്കണം. പിള്ളേരൊക്കെ ഓടിയിടുന്ന തെന്നി വീഴും അല്ലേ? റിസോർട്ടിന്റെ നമ്പറാണ്. ചീനവല എന്താ ചെയ്യാ? അപ്പൊ ചീനവല അവര് വലിച്ചോട്ടെ, അവര് കിട്ടണം, അവര് എടുത്തോട്ടെ. ആര് വലിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫീസ് പറയേ. എന്തിനാടാ? മാതാവന്മാരല്ലേ, അവരെ കാശ് ഇങ്ങോട്ട് പോട്ടെ. നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു വരുമാനോട്ടെ, കുഴപ്പമില്ല. എന്താ പരിപാടി? നമുക്ക് ഇരുന്നാലാ? എന്താണ് കയ്യിൽ? എന്താണ് ഒരു ലോട്ടറി എടുത്താണ്. എന്താണ് കരക്കാര് കൊണ്ടുപോയി? പാലക്കാട്ടത്തെ ടിക്കറ്റാണ്. നെട്ടൂര് കൊണ്ടുപോയി. രവിച്ചേട്ടാ, കച്ചവടം നമുക്ക് അടുത്ത വർഷം നടത്തിയാലോ? ഇതാണ് നിങ്ങൾ പറയണത്? മനുഷ്യരെ കളിയാക്കാൻ വേണ്ടി വന്നേക്കണ ഇവിടെ.